بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين. الله സ്വീകരിക്കണം. അല്ലാഹ് റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം. അല്ലാഹ് റജബിന്റെ ആദ്യ ദിവസമാണല്ലോ, റജബിന്റെ ആദ്യ ദിവസമാണല്ലോ, ബറക്കത്തിന്റെ മാസമാണ്. അല്ലാഹു അവന്റെ സൃഷ്ടികൾക്ക് ബറക്കത്ത് ചൊരിഞ്ഞു കൊടുക്കുന്ന മാസം. അല്ലാഹ് ഈ പരിശുദ്ധമായ റജബിന്റെ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങളിതാ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുകയാണ്. ഞങ്ങളെ മദദേ മടവൂർ കുടുംബങ്ങൾ, ഉമ്മമാർ, ബാപ്പമാർ നിന്നിലേക്ക് കരങ്ങൾ ഉയർത്തുന്നു റബ്ബേ. അല്ലാഹ് ഞങ്ങൾക്ക് റജബിലും ശഅബാനിലും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാഹ് പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്, ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ പൊറുക്ക് റബ്ബേ. റജബുൻ ശഹ്റുൽ ഇസ്തിഗ്ഫാർ, റജബ് പാപം പൊറുപ്പിക്കാനുള്ള മാസമാണല്ലോ റബ്ബേ. ഞങ്ങളെ പാപങ്ങൾ മുഴുവനും ഈ റജബിന്റെ ബറക്കത്ത് കൊണ്ട് പൊറുത്തു തരണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദുആ നല്ലതുപോലെ ചെയ്യണം. റജബിലെ എല്ലാ ദിവസങ്ങളിലും ഉമ്മ ഈ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ റമളാൻ. ഇനി അങ്ങോട്ട് മഹത്വങ്ങളുടെ ദിവസമാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഹബീബായ തങ്ങൾ പറഞ്ഞുവല്ലോ റജബ് എന്നുള്ളത് ശഹ്റുല്ലാഹ്, അല്ലാഹുവിന്റെ മാസമാണ്. ഹബീബായ തങ്ങൾ അല്ലാഹുവിന്റെ മാസമാണെന്ന് പറഞ്ഞ റജബിലാണ് നമ്മളുള്ളത്. ഈ പരിശുദ്ധമായ റജബിൽ ധാരാളം ഇബാദത്ത് ചെയ്യണം. മുത്തുനബി പഠിപ്പിച്ച ഹബീബായ തങ്ങൾ പ്രഭാതത്തിൽ അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് ചൊല്ലിയ ദിക്റുകളാണ് നമ്മൾ വിറുദുൽ ലത്തീഫിലൂടെ ചൊല്ലുന്നത്. അല്ലാഹു നമ്മളെ കൈവിടൂല. കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ, കഴിഞ്ഞുപോയ കാലങ്ങളിൽ ചെയ്തുപോയ തെറ്റുകളെല്ലാം ഈ റജബ് കൊണ്ട് നമുക്ക് പുറത്തു കിട്ടണം. ഇനി ഒരു റജബ് വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്നറിയില്ല. അൽഹംദുലില്ലാഹ്, അല്ലാഹു നമുക്ക് നൽകിയ സൗഭാഗ്യമാണ് റജബ്. മർഹബാ മർഹബാ മർഹബ പറഞ്ഞ റജബിനെ നമ്മൾ സ്വീകരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റജബ് എന്ന വാക്കിന് തന്നെ വലിയ മഹത്വമാണ്. റജബിലെ റാ എന്ന അക്ഷരം, അതേ ജീം എന്ന അക്ഷരം, ബാ എന്ന അക്ഷരം, ഓരോ അക്ഷരങ്ങളും പ്രത്യേകമായ ചില കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. മഹത്തുക്കൾ പറയുകയാണ് റജബിലെ റാ എന്ന അക്ഷരം റഹ്മത്തുല്ലാഹ്, റഹ്മത്തുല്ലാഹ് എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ റഹ്മത്ത്, അല്ലാഹുവിന്റെ കാരുണ്യം. റജബിലെ ജീം എന്ന അക്ഷരം ജൂദുല്ലാഹ്, അല്ലാഹുവിന്റെ ധർമ്മം എന്നാണ് അതിന്റെ അർത്ഥം. റജബിലെ ബാ എന്ന അക്ഷരം ബിറുല്ലാഹ്, ബിറുല്ലാഹ്.
അള്ളാഹുവിന്റെ ഗുണം എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ധർമ്മം, അള്ളാഹുവിന്റെ കാരുണ്യം, അള്ളാഹുവിന്റെ ഗുണങ്ങൾ എല്ലാം ചൊരിയുന്ന മാസമാണ് പരിശുദ്ധ റജബ്. ഉപയോഗപ്പെടുത്തണ്ടേ നമുക്ക് നമ്മുടെ വീടുകളിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ, ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, ബിസിനസ്സുകളിൽ, ജോലികളിൽ, എല്ലാത്തിലും ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അതേ അള്ളാന്റെ കാരുണ്യമിറങ്ങുന്ന മാസമാണ് ഉമ്മ. അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന മാസമാ. ഈ മാസത്തെ ഉപയോഗപ്പെടുത്തിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ കൈവിടൂല. അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. ഞങ്ങൾക്ക് ഖൈറും ബറക്കത്തും ചെയ്യണേ അല്ലാ. മുഅ്മിനീങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച റജബിന്റെ ഒന്നാമത്തെ 10 ചൊല്ലേണ്ട ദിക്ർ ചൊല്ലുകയാണ്. മുത്തുനബി തങ്ങൾ പറയുകയാ, ഒരാള് റജബ് മാസത്തിന്റെ ആദ്യത്തെ 10 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്ർ ചൊല്ലിയാൽ എത്ര തവണയാണെന്നറിയോ? 100 തവണ ചൊല്ലിയാൽ അവന് നൽകപ്പെടുന്ന പ്രതിഫലം ഒരാൾക്കും വിവരിക്കാൻ കഴിയൂല, ഒരാൾക്കും പറയാൻ കഴിയൂല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം എന്ന ദിക്റാണ്. 100 തവണ ചൊല്ലുകയാണ്, 100 തവണ ചൊല്ലുകയാണ്. ഇത് ചൊല്ലുന്നവർക്കുള്ള കൂലി ഒരാൾക്കും പറയാൻ കഴിയൂല എന്ന് മുത്തുനബി പഠിപ്പിക്കുമ്പോ എത്ര വലിയ കൂലിയാണതിന്. റജബിന്റെ ഒന്നാമത്തെ ദിവസമല്ലേ? എത്രയോ ഉമ്മമാര്, ബാപ്പമാര് നോമ്പുകാരായിരിക്കും. റബ്ബേ, റബ്ബേ, ഞങ്ങൾക്ക് നീ ഖൈറ് നൽകണം അല്ലാ. എല്ലാവരും ചൊല്ലിയേ. ഇനി അങ്ങോട്ടൊരു ദിവസവും മജ്‌ലിസ് മുടങ്ങരുത്. എല്ലാ ദിവസവും മജ്‌ലിസിൽ കൂടണം. മുത്തുനബി ചൊല്ലിയ ദിക്റുകളാണ് ഈ മജ്‌ലിസിൽ നമ്മൾ ചൊല്ലുന്നത്. അല്ലാഹു നമ്മളെ കൈവിടൂല. എത്രയെത്ര കുടുംബങ്ങളാണ്, എന്തോ ഒരു സന്തോഷമാണ് പറയുന്നത്. നീറുന്ന പുകയുന്ന സങ്കടങ്ങൾ, ദുഃഖഭാരങ്ങൾ ഈ മജ്‌ലിസ് കൊണ്ട് മാറിയ അനുഭവങ്ങളാണ് അവർ പറയുന്നത്. ഇന്നലെ ഖുതുബിയത്തിന്റെ സദസ്സ് മാഷാ അല്ലാഹ്, നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ഉമ്മമാർ, ബാപ്പമാർ, നടക്കാൻ പോലും കഴിയാതിരുന്ന മേലാറ്റൂർ ഭാഗത്തുള്ളൊരു സഹോദരൻ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു ഉപ്പ മജ്‌ലിസിലുണ്ടായിരുന്നു. റബ്ബേ, അവരൊക്കെ ക്ഷീണം മറന്ന് ഖുതുബിയത്തിന്റെ മജ്‌ലിസിനെ ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്, കോഴിക്കോട് ഭാഗത്തു നിന്ന്, അല്ലാഹ് കൊടിയത്തൂര് നിന്ന്, അതുപോലെ തന്നെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും, അല്ലാഹുവേ, കോടമ്പുഴയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്, മുണ്ടുമുഴിയിൽ നിന്ന്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയ 100 കണക്കിന് ഉമ്മ, ബാപ്പമാര്, സഹോദരങ്ങൾ. അല്ലാഹ്, ഞാൻ ആരെ പേര് പറയാൻ മറന്നാലും എല്ലാം അറിയുന്ന റബ്ബേ, എല്ലാരും പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണം അല്ലാഹ്. പരിഹാരം നൽകണേ അല്ലാഹ്. ഞാൻ ഓരോ സ്ഥലങ്ങൾ പറയുമ്പോ ഞങ്ങളെ സ്ഥലത്ത് പറഞ്ഞല്ലോ, ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു പോയത് എന്റെ ഓർമ്മയിലുള്ളത് പെട്ടെന്ന് പറഞ്ഞതാണ്. ഇനിയും ഒരുപാട് ആൾക്കാരുണ്ട്, അതിലൊന്നും ആരും വിഷമം വിചാരിക്കരുത് കേട്ടോ. മനഃപൂർവ്വം നമ്മൾ ഒഴിവാക്കുന്നതല്ലോ. ചിലപ്പോ ഓർമ്മയിലുള്ളത് ഇങ്ങനെ പറയും, പിന്നെ പിന്നീട് പറയാത്ത ഓർമ്മ വരും. പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒക്കെ അള്ളാഹ്ക്ക് അറിയാലോ. പഠിച്ചോനല്ല പ്രയാസവും നീ മാറ്റണല്ല. അസൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളെ മതതയെ, നമ്മുടെ ഊർ കുടുംബങ്ങളെല്ലാം ക്ഷമിക്കുന്നവരാണ്. പഠിച്ചോനെ, എന്തൊരു വല്ലാത്ത സ്നേഹമാണ്. അല്ലാഹുവേ, അല്ലാഹുവേ, നീ വലിയ ഖൈർ കൊടുക്കണേ അല്ലാഹ്. സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം, 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 സുബ്ഹാനൽ ഹയ്യിൽ ഖയ്യൂം,
سبحان الحي القيوم 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 നീ സ്വീകരിക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്. ഇനി അടുത്ത ദിക്ർ ചൊല്ലുകയാണ്. വല്ലാത്ത പ്രതിഫലമുള്ള ദിക്റാണ് ചൊല്ലുന്നത്. മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതേ മുഅ്മിനീങ്ങളെ, അതേ റജബിൽ രാവിലെയും വൈകുന്നേരവും ഒരാള് 70 തവണ അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വതുബ് അലയ്യ എന്ന ദിക്ർ ചൊല്ലിയാൽ നരകം അവന് ഹറാമാണ്. അവൻ നരകത്തിൽ കടക്കൂല, നരകത്തിൽ കടക്കൂല. ഇത് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചതാണ്. വല്ലാത്ത പ്രതിഫലമല്ലേ. പാപങ്ങളൊക്കെ റബ്ബ് പുറത്ത് നരകത്തിൽ നിന്ന് അല്ലാഹു നമുക്ക് രക്ഷ തരുകയാണ്. നമ്മുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, കൈകൊണ്ട്, കാലുകളെ കൊണ്ട്, അവയവങ്ങളെ കൊണ്ട് എത്ര തെറ്റ് ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഇലാഹായ പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കുമോ? ഒന്നും നമുക്കറിയില്ല. എന്നാൽ പാപങ്ങൾ മുഴുവനും പുറത്ത് നരകത്തെ തൊട്ട് രക്ഷപ്പെടാൻ അവൻ ഒരിക്കലും നരകത്തിൽ കടക്കൂല, നരകത്തെ സ്പർശിക്കുക പോലും ചെയ്യൂല. ഈ ദിക്ർ 70 തവണ ചൊല്ലുന്നവര് അതേ റജബിൽ ചൊല്ലേണ്ട പ്രത്യേക ദിക്റാണ്. ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി വതുബ് അലയ്യ 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 അല്ലാഹുമ്മ ഗ്ഫിർലി വറഹംനി وتب علي اللهم اغفر لي وارحمني 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 وتب علي اللهم اغفر لي وارحمني
وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي اللهم اغفر لي وارحمني وتب علي കുണ്ടായത്തോട് ഭാഗത്തു നിന്നൊരു കുടുംബം വന്നിരുന്നു. പ്രത്യേകം ദ്വാരക്കണമെന്നവർ പറഞ്ഞിരുന്നു. കുതുബിയത്തിന്റെ ഇന്നലത്തെ മജ്‌ലിസിൽ നേരിട്ട് ഇവിടെ വന്നവർ ഇപ്പോൾ ലൈവിലുള്ള കുടുംബങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള പ്രയാസങ്ങൾ ഈ റജബിലൂടെ നീ പരിഹരിക്കണം അല്ലാ. എല്ലാ തടസ്സങ്ങളും റജബിന്റെ ബറക്കത്ത് കൊണ്ട് നീക്കണം അല്ലാ. എല്ലാ ശർറുകളും റജബിന്റെ ബറക്കത്ത് കൊണ്ട് ബാത്തിലാക്കണം അല്ലാ. റജബിലൂടെ ഞങ്ങൾക്ക് ബറക്കത്ത് തരണം അല്ലാ. റജബിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഖൈർ അടുപ്പിക്കണം അല്ലാ. റജബിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ സന്തോഷങ്ങളും ഞങ്ങൾക്ക് തരണം അല്ലാ. ഒരു കുടുംബം ഉമ്മാക്ക് കാൽമുട്ട് വേദനയാണ്, ശിഫയാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട്. ഉസ്താദ് എനിക്ക് കൈവേദനയാണ്, ഡോക്ടർ ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടതൊക്കെ നോർമലാവാൻ പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. എല്ലാം റാഹത്തിലാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണേ അല്ലാ. അങ്ങനെ തുടങ്ങി എത്രയോ മുഅ്മിനീങ്ങള് മറ്റൊരു കുടുംബം നിക്കാക്കാന്റെ കല്യാണം ശരിയാവാനും ഉംറക്ക് പോവാനും ദ്വാരക്കാൻ പറഞ്ഞിരിക്കുകയാണ്. പടച്ചോനെ, അങ്ങനെ നീറുന്ന പുകയുന്ന ഒരുപാട് പ്രയാസങ്ങൾ എല്ലാം എഴുതി അറിയിച്ചുകൊണ്ടിരിക്കുന്നവർ, വിളിച്ചു പറഞ്ഞവർ, ഇനി എങ്ങനെ എഴുതി അയക്കണമെന്നറിയാത്തവർ, എല്ലാരെ പ്രയാസങ്ങളും അകറ്റണേ അല്ലാ. വീട് പണി കഴിഞ്ഞു ഉസ്താദേ, ഞങ്ങൾ കയറിയിരുന്ന ഒരുപാട് കടങ്ങൾ ബാക്കിയുണ്ട്. കടങ്ങളൊക്കെ വീടിക്കിട്ടാൻ അല്ലാ ദുആ ചെയ്യാൻ വേണ്ടി ഒരു കുടുംബം അറിയിച്ചിരിക്കുകയാണ്. പടച്ചോനെ, റാഹത്തിലാക്കണം അല്ലാ, സന്തോഷത്തിലാക്കണം അല്ലാ. ഉസ്താദേ ദ്വാരക്കണം, ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കിട്ടാൻ ദ്വാരക്കണം. അല്ലാഹുവേ, റാഹത്ത് നൽകണം അല്ലാ. ഇന്നലെ ഒരുപാട് കുടുംബങ്ങൾ സംഭാവനകളും നേർച്ചകളും ഒക്കെ നൽകി ദ്വാരക്കാൻ പറഞ്ഞവരാണ്. ഒരുപാട് വിഷയങ്ങളിൽ പ്രത്യേകം ദുആ ചെയ്യാൻ 313 1000 2000 6666 ഒക്കെയായി സംഭാവനകൾ നൽകിയ എത്ര കുടുംബങ്ങളുണ്ട് റബ്ബേ.
എല്ലാരെ പ്രയാസങ്ങളും അകറ്റണമല്ലാ, എല്ലാരെ വിഷമങ്ങളും മാറ്റണമല്ലാ. റജബിലൂടെ ഞങ്ങൾക്ക് ഖൈർ നൽകണം അല്ലാ. റജബിന്റെ ബറക്കത്ത് കൊണ്ട് ഷർറുകളൊക്കെ തട്ടി മാറ്റണമല്ലാ. മുഅ്മിനീങ്ങളെ എല്ലാവരും നേരത്തെ മജ്ലിസിൽ വരണം ഇൻഷാ അല്ലാഹ്. ഇനി അങ്ങോട്ട് റജബിന്റെ മഹത്വമേറിയ ദിക്റുകളും ദുആകളും ഒക്കെ ചൊല്ലി വിർദുൽ ലത്തീഫ് ചൊല്ലിയുള്ള നമ്മളെ മധുദയ മടവൂർ മജ്ലിസ് ഇത് ശൈഖുനയുടെ മജ്ലിസാണ്. ഒരുപാട് മഹാന്മാരുടെ മജ്ലിസാണ് ഇത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരൊറ്റ ദിവസവും ഇനി അങ്ങോട്ട് മജ്ലിസ് മുടങ്ങരുത്. നേർച്ചയാക്കി കുത്തിരുന്നിട്ട് വിർദുൽ ലത്തീഫ് ചൊല്ലിക്കോളി. വലിയ ഫലം ഉണ്ടാവും. എത്ര കുടുംബങ്ങളാണെന്നറിയോ ഇവിടെ വരുമ്പോൾ സന്തോഷങ്ങൾ പറയുന്നത്. ഇന്നലെ ഒരു ഉസ്താദ് അൽഹംദുലില്ലാഹ് കുത്തുബിയത്തിന്റെ മജ്ലിസിൽ ഒരു കുട്ടിയായിട്ട് വന്നു. അവർക്ക് ചില ടെസ്റ്റുകൾ ഉണ്ടായിരുന്നു. കുട്ടിക്ക് വലിയ ടെസ്റ്റുകളായിരുന്നു. മാഷാ അല്ലാഹ് വിർദുൽ ലത്തീഫ് നേർച്ചയാക്കിയത് അതിന്റെ ബറക്കത്തോട് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ടെസ്റ്റിലൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള സന്തോഷം അവർ അറിയിക്കാൻ അൽഹംദുലില്ലാഹ് ഇന്നലെ അവര് കുട്ടിയുമായി വന്നു. അവർ സംഭാവനകൾ നൽകി ദ്വാരക്കാൻ പറഞ്ഞു. പടച്ചോനെ നീ കബൂലാക്കണമല്ലോ. അങ്ങനെ എത്ര കുടുംബങ്ങളാണെന്നറിയോ ഓരോ ദിവസവും സന്തോഷങ്ങൾ അറിയിക്കുന്നത്. നേർച്ചയാക്കിയിട്ട് വിർദുൽ ലത്തീഫ് അങ്ങ് ചൊല്ലിക്കോളൂ. മജ്ലിസ് മുടങ്ങാതെ പങ്കെടുത്തോളൂ. വലിയ ഫലം ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് 5:45 നമ്മൾ സദസ്സ് തുടങ്ങുന്നുണ്ട്. എല്ലാവരും നേരത്തെ വരണം. എല്ലാവർക്കും പരിസരങ്ങളിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എത്തിച്ചു കൊടുക്കൂല, നേരത്തെ വരില്ല. എല്ലാവരും ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും അത് ശ്രദ്ധിക്കണം, നേരത്തെ വരാം. ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. റജബാൻ ഇനി നമ്മൾ ഉഷാറായിട്ട് നല്ല റാഹത്തോടെ ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അദ്കാറുകളും ദുആകളും പ്രാർത്ഥനകളും ഇതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്.